ഞാൻ എൻ്റെ കുഞ്ഞാമയെ കാണാൻ വരുവാണ്. അവന് ജന്മം മുതലേ ചെവി കേൾക്കില്ല, സംസാരിക്കില്ല. പക്ഷേ ഞങ്ങളോടെല്ലാം സംസാരിക്കും, ഞങ്ങൾ പറയുന്നവനും മനസ്സിലാവും. അവൻ്റെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീക്ഷയുടെ എല്ലാത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അവന് വൈദികനാവാനുള്ള അനുഗ്രഹം ദൈവം നൽകുന്നു. അതിൻ്റെ സന്തോഷമാണ്. എൻ്റെ ഞാൻ ബോംബെയിലാണ്. എൻ്റെ മഠത്തിലെ സിസ്റ്റേഴ്സ് ഇതിന് കൊടുക്കണമെന്ന് പറഞ്ഞ സമ്മാനവുമായിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഈ ദിനത്തിനായിട്ട് ഒരുക്കി അനുഗ്രഹിച്ചു. ദൈവത്തിന് പ്രത്യേകം നന്ദി. എൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരുപാട് നാളത്തെ കുറേ കാത്തിരിപ്പിൻ്റെ ഒരു ദിവസത്തേക്ക് അടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാവരും പ്രാർത്ഥനകളും എൻ്റെ ഒപ്പമുണ്ട്. എന്താ വാക്കുകൾ ഇടുന്നില്ല. അസാധ്യമെന്ന് വിചാരിച്ച കാര്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല ദൈവത്തിന് നന്ദി. എത്രയോ കാലത്ത് ആഗ്രഹമാണ്. ചെറുപ്പം മുതലേ കളിച്ച് വന്നതാണ്. ഞാൻ ചെയ്യുന്നത് അവരഭിനയിക്കും. അങ്ങനെ ഒരുപാട് കളിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ ദൈവം അത് നടത്തും. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെയൊക്കെ പ്രാർത്ഥന അച്ഛന് കൊടുക്കണം. കാരണം അച്ഛൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ചത് നടപ്പിലാവുകയാണ്. നമ്മുടെ പുത്തമ്പള്ളിയിൽ വെച്ചിട്ടാണ് അച്ഛൻ്റെ പട്ടം. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. നമ്മുടെ CMC കോൺഗ്രിഗേഷനിലെ നിർമ്മല പ്രോവിൻസിലെ സിസ്റ്ററാണ്. സിസ്റ്റർ മിഷൻ പ്രവർത്തനമാണ്, ബോംബെയിലാണ് സിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സിസ്റ്റർ നാഷണൽ അവാർഡ് വിന്നറാണ്, പ്രത്യേകിച്ച് ഡാൻസിൽ. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഓർമ്മകളിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. സിസ്റ്റർ പഠിച്ച ഡാൻസൊക്കെ അച്ഛനും കൂടി കളിക്കാറുണ്ടെന്ന്. ചെറുപ്പത്തിൽ കളിച്ചത് ഞാൻ കളിച്ച് കഴിയുമ്പോൾ അവനത് കളിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം കല്യാൺ രൂപതയിലായിരുന്നു ബ്രദറ് ചെറുപ്പകാലത്ത്. അപ്പോൾ ഞാൻ പഠിച്ച ഡാൻസ് അവൻ അവിടെ കളിച്ചിട്ട് കല്യാൺ രൂപതയിലെ കാറ്റഗിസം ഫെസ്റ്റിവലിൽ ഡാൻസിന് അവന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കാൽവരി കേറുവാൻ ഞാനുമിതാ, കാൽവരി കേറുവാൻ ഞാനുമിതാ. കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു, കാലങ്ങളേറെ ഞാൻ കാത്തുനിന്നു. നിത്യപുരോഹിത നിന്റെ ചാരേതാ ഞാൻ, നിന്നോടു ചേരുവാൻ നിന്നെ പോലാകുവാൻ. കുട്ടികൾക്ക് മൂത്താളും 4 വയസ്സും രണ്ടാമത്താൾക്കും 5 വയസ്സും പിന്നെ 3 വയസ്സും കുട്ടിയാണ്. ഞാൻ ഹോട്ടലിൽ പോയിട്ട് ധ്യാനിക്കാൻ കൂടി നാഗപ്പള്ളിയോട് ചോദിച്ചു, പിന്നെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ വന്നേന്ന് പുള്ളിയെ പ്രാർത്ഥിച്ച് പറഞ്ഞു. ശരിക്കും ഒരു മണിക്കൂർ നേരത്തോളം പുള്ളി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞു, ഒന്നിനും വിഷമില്ലെന്ന് വളരെ നല്ല കാര്യത്തിന് വേണ്ടി സംഭാവന. 2 മക്കളും ഡെഫ് മക്കളാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനി മക്കളെ എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു ടെൻഷനിലായിരിക്കുമ്പോഴും ഞങ്ങൾ കോട്ടയിൽ നായിക്കമ്മച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് ജോർജ് അച്ഛൻ്റെ വഴി പോയി. അവിടെ ചെയ്യുന്ന അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഒന്നും പറയണില്ല. ഞങ്ങൾ വിചാരിച്ച അച്ഛൻ ഉറങ്ങാണെന്ന്. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി എടുക്കാനും പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യം കിട്ടി. പിന്നെ ഞങ്ങൾ വന്നാൽ, ബോംബെയിൽ നിന്ന് വന്നാൽ എല്ലാ പ്രാവശ്യവും ധ്യാനങ്ങൾക്ക് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു അച്ഛൻ ജോസ് വെട്ടിയാണെന്ന് പറഞ്ഞൊരു അച്ഛൻ ഉണ്ടായിരുന്നു. ആ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു, ജോസഫ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ജോസഫിന് ഒരു 5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ജോസഫ് ഒരു അച്ഛനാവും. പക്ഷെ അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ കേൾവിയില്ലാത്ത മക്കൾ പണ്ട് വിരലുകളൊക്കെ മുറിഞ്ഞ കൂടി അച്ഛന്മാരും സിസ്റ്റേഴ്സുമായിട്ടൊന്നും എടുക്കില്ല.
പക്ഷെ ഈ അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസമായ ഒരു ചിന്തയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ദൈവം അതൊക്കെ അപ്പോഴാണ് ആ സമയത്താണ് കണ്ണു കാണാത്തൊരു അച്ഛനെ വർക്കി വിധേയത്ത് പിതാവ് ഓർഡിനേഷൻ കൊടുത്തത്. അപ്പോൾ മോൻ ഇത് കണ്ടപ്പോൾ, മോൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അപ്പോൾ ജോസ്ബൻ ഇത് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും അച്ഛനായിക്കൂടെ. അപ്പോൾ അത് കാരണം ഞങ്ങൾ വികാരിച്ചനോട് ബോംബെയിൽ വികാരിച്ച് പുതിയമ്പറമ്പിൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുശേഷം നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ കസിന് ഒരു അച്ഛനുണ്ടായിരുന്നു, ആ ജോയിച്ചൻ അമേരിക്കയിൽ പോയി. ആൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ ഒരു ഡെഫ് ഗ്രൂപ്പ് ഉണ്ട്, ഡൊമിനിക്കൻ മിഷണറീസ് ഡെഫ് എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രിഗേഷൻ. പക്ഷെ വികാരിച്ചൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കസിൻ അച്ഛൻ പോയി അമേരിക്കയ്ക്ക് പോയി. അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കണ്ടു. അങ്ങനെ അവന് തിയോളജി ഫിലോസഫിക്ക് അവിടെ പഠിക്കാൻ പറ്റി. പക്ഷെ പ്രൈവറ്റ് അസോസിയേഷൻ ആയാൽ അവർക്ക് ഓർഡിനേഷൻ അവിടെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നാട്ടിലോട്ട് വന്നു. ഇവിടെ ആ സമയത്തിന് ശാലോമിൽ നമ്മളിത് കണ്ടത് ഈ ഡെഫ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛൻ സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ഈ ഹോളി ക്രോസ് കോൺഗ്രിഗേഷനിലുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇങ്ങനെ ഡെഫിൻ്റെ സൈൻ ലാംഗ്വേജ് പഠിച്ച ആൾക്കാരെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവനെ എൻ്റെ കൂടെ ഒരു കൊല്ലം വരട്ടെ, അവനെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇവനെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അവർക്ക് ഡെഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കാൻ പണ്ട് ഈ അച്ഛൻ പഠിച്ച ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, ഫോറിന് ഒരു അച്ഛൻ. അച്ഛൻ മരിച്ചു. അങ്ങനെ ഇവരെ ഹോളി ക്രോസ് കോൺഗ്രിഗേഷൻകാർ ഇവനെ എടുത്തു. നമ്മൾ ഒരിക്കലും സാധിക്കുമെന്ന് വിചാരിക്കാത്ത ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തരുന്നു. മകനെ പട്ടം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ് എല്ലാതും. ദൈവം അതൊരു തടസ്സം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ ദൈവത്തിൻ്റെ ആ സമയം വന്നപ്പോൾ എല്ലാതും ഭംഗിയായിട്ട് നമുക്ക് നടത്തി തരുന്നു. നിങ്ങളെല്ലാവരും അവന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം. അവനെടുക്കുന്ന ജോലികളിൽ അവൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ കൊണ്ടുപോകാനും അവനെ ഇടവരുത്താൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരി വള്ളികൾ വാടി വീണാലും ആലയിലാടുകൾ അറ്റുപോയാലും കർത്താവിനാനന്ദം കർത്താവെൻബലം. കോട്ടങ്ങൾ വന്നെന്നെ കോട്ട പോൽ വളഞ്ഞാലും കഷ്ടനഷ്ടങ്ങളിൽ മനം തേങ്ങിയാലും കർത്താവിൻ പദ്ധതികൾ എല്ലാം ശുഭമായി മാറും, ശുഭമായി മാറും. കർത്താവിൻ പദ്ധതികൾ എല്ലാം ശുഭമായി മാറും, ശുഭമായി മാറും.